കുവൈത്തിൽ മരിച്ച വർക്കല ഇടവ സ്വദേശി ശ്രീജേഷിന്റെ മൃതദേഹം സഹോദരി ആരതി ഏറ്റുവാങ്ങും. ഇടവയിലെ കുടുംബ വീട്ടിലായിരിക്കും ശവസംസ്കാരം. 2 മാസം മുമ്പാണ് ശ്രീജേഷ് കുവൈത്തിലേക്ക് പോയത്. സുലേഖ ശശികുമാർ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുലേഖ, നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീജേഷ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഇത്തരത്തിൽ നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ശ്രീജേഷ് കുവൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീജേഷിൻ്റെ കുടുംബ വീടും അതിനൊപ്പം തന്നെ ശ്രീജേഷ് വീട് നിർമ്മിക്കാനായി പണിത ബേസ്മെൻറ്റിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്ത് തന്നെയാണ് ശ്രീജേഷും ഇത്തരത്തിൽ വിദേശത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശ്രീജേഷിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ശ്രീജേഷിൻ്റെ വീട് എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരുക്കം അത് കുറേ നാളുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ്. ഇവിടെ ശ്രീജേഷിൻ്റെ കുടുംബത്തെ പറ്റി പറയുന്ന സമയത്ത് ശ്രീജേഷിന് അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ ശ്രീജേഷിൻ്റെ അച്ഛൻ നിലവിൽ ശ്രീജേഷിൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഈ അമ്മയുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രശ്നത്തെ തുടർന്ന് ഉള്ളൊരു വ്യക്തിയാണ്, മാനസികമായി പ്രശ്നമുള്ളൊരാളാണ്. പിന്നെ ശ്രീജേഷിന് ആകെയുള്ളത് സഹോദരിയാണ്. സഹോദരിയും സഹോദരി ഭർത്താവും അബുദാബിയിൽ കാലങ്ങളായി അബുദാബിയിൽ താമസിച്ചു വരുന്നൊരു ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീജേഷിൻ്റെ സഹോദരി അബുദാബിയിൽ നിന്ന് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ശ്രീജേഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷമാണ് സ്വന്തം നാടായ തിരുവനന്തപുരത്തെ വർക്കല ഇടവയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ശ്രീജേഷിൻ്റെ ശവസംസ്കാരമായി ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം ശ്രീജേഷിൻ്റെ വീട് നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ശ്രീജേഷിൻ്റെ അമ്മയെ അടക്കിയ സ്ഥലമാണ്. അവിടെ തന്നെ ആണ് ശ്രീജേഷിന് വീട് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നത്. അതിനൊപ്പം തന്നെ ശ്രീജേഷിനെ അടക്കുന്നതും ഇവിടെ തന്നെയാണെന്നാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ അറിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ശ്രീജേഷിൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ച് കൂടുതൽ ബന്ധുക്കൾ ആരും തന്നെ ശ്രീജേഷിന് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ വൈകാരികമായൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത്. അത്തരത്തിൽ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീജേഷും ഈ സ്വന്തം നാടും വീടുമൊക്കെ മറന്ന് കുവൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ദുബായ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ശ്രീജേഷ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിലൊരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ ആയിട്ടായിരുന്നു ശ്രീജേഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ കുവൈത്ത് ഈ അപകടത്തിൽ പെടുന്നൊരു സാഹചര്യവും തുടർന്ന് അപകടത്തെ തുടർന്ന് മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നാട്ടുകാരോട് പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. ചേട്ടാ, ശ്രീജേഷിനെ അറിയാം, ഇവിടെ താമസം ഉണ്ടായിരുന്നു? ഇങ്ങനെ ഇവിടെ നേരത്തെ താമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ടാണ് ഇവിടെ ഇല്ലാതെ. വെളിയിലായിരുന്നു, ആദ്യം ദുബായിലാണ്ടായിരുന്നു. ഈ കുടുംബ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുടുംബകാര്യം അച്ഛന് 1 വർഷമുണ്ട് കണ്ടില്ല. അമ്മ മരിച്ചിട്ടൊരു 10 വർഷത്തോളമായി. പിന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയൊക്കെ കെട്ടിച്ചു. സഹോദരി ഇപ്പം ദുബായിലാണ്, ഇന്ന് വരും. ശ്രീജേഷിന് കല്യാണം അങ്ങനെ ഇല്ല, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ആള് ശാന്തമായിട്ട് ആരുമായിട്ട് വലിയ അടുപ്പവും ഇല്ല. അങ്ങനെ അവർ കാര്യം ഇങ്ങനെ നോക്കി പോകുന്നൊരു പയ്യനാണ്. ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് ആൾ കുവൈത്തിലേക്ക് 6-ാം തീയതിയാണ് പോകുന്നത്. ഒരു 6 മാസം, എനിക്കൊന്ന് 6 മാസത്തോളം ഇപ്പം നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം 6-ാം തീയതിയാണ് കുവൈറ്റിൽ പോകുന്നത്. നേരത്തെ കമ്പനി എല്ലാം കാണുമ്പം ചിരിക്കും, സംസാരിക്കത്രേ ഉള്ളൂ. അല്ലാതെ ആരുമായിട്ട് വലിയ ഒരു ഇതില്ല. ഒരു ശാന്തമായ ഒരു രീതിയാണ്. ജോലിക്ക് പോകുമ്പോഴും അത് ഇന്ന് തന്നെ ഇവിടെ തന്നെ നടക്കും. അമ്മയുടെ കുടുംബം, അമ്മ ഇവിടെയാണ് അടക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ തന്നെയാണ് ആര്യ. എന്തായാലും അമ്മയെ അടക്കിയ സ്ഥലത്ത് തന്നെ
ശ്രീജേഷിനെ അടക്കുക എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ അത് വലിയൊരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. സുഹൃത്തുക്കൾക്കിടയിലും ഒപ്പം നാട്ടുകാർക്കിടയിലും കുടുംബത്തിനിടയിലും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശ്രീജേഷിൻ്റെ മരണവാർത്ത എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 6-ാം തീയതിയാണ് ശ്രീജേഷ് കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്, ജോലി ആവശ്യാർത്ഥം കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 5-6 മാസക്കാലമായി നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീജേഷ് എന്ന് പറയുന്നത്. അസുഖത്തെ തുടർന്ന് ചികിത്സ തേടാനാണ് നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ശ്രീജേഷ് കുവൈറ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിൽ ഈ അപകടത്തിൽ പെട്ട് ശ്രീജേഷ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിൽ ശ്രീജേഷിൻ്റെ അമ്മയെ അടക്കിയ സ്ഥലത്ത് തന്നെ ശ്രീജേഷിനെ അടക്കും എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്ന കാര്യം.